പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ക്ലാസ് 9 NCERT എക്സാംപ്ലർ സൊല്യൂഷൻസ് ആണ്. ഇതിൽ നിന്ന് NCERT എക്സാംപ്ലറിൽ നിന്ന് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഈ വീഡിയോ നന്നായി കണ്ട് മനസ്സിലാക്കുക. നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ഇതിന് മുമ്പുള്ള വീഡിയോയിൽ ഞാൻ ഈ ചാപ്റ്ററിലെ 10 MCQ ക്വസ്റ്റ്യൻസ് ഞാൻ അപ്ലോഡ് ചെയ്തിരുന്നു. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് നന്നായി മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ കാണാൻ ചാനലിലെ പ്ലേലിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ ഞാൻ ക്ലാസ് 9 എക്സാം സ്പെഷ്യൽ എന്ന് പറഞ്ഞൊരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കണ്ടിന്യൂസ് വീഡിയോ കാണാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് എക്സ്പ്രഷൻസ് ആർ പോളിനോമിയൽസ്? ജസ്റ്റിഫൈ യുവർ ആൻസർ. അപ്പോൾ ഇവിടെ നമ്മളോട് രണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഈ തന്നിരിക്കുന്ന എക്സ്പ്രഷൻസിൽ പോളിനോമിയൽസ് ഏതാണെന്ന് കണ്ടുപിടിക്കണം. നിങ്ങളുടെ ആൻസർ ജസ്റ്റിഫൈ ചെയ്യാനും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ജസ്റ്റിഫൈ ചെയ്യാൻ പറയുന്നത് ഞാനിവിടെ എഴുതത്തില്ല, ജസ്റ്റ് ഞാൻ പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ നിങ്ങളൊരു നോട്ട്ബുക്ക് എടുത്ത് അതിൽ എഴുതി വയ്ക്കുക. ഞാൻ എഴുതാനും കൂടെ പോയി കഴിഞ്ഞാൽ ഈ ഒരു വീഡിയോ വളരെ ലെങ്തി ആയിട്ട് പോകും. അപ്പോൾ ഞാൻ പറഞ്ഞു തരാം, നിങ്ങളത് കേട്ടിട്ട് നിങ്ങളൊരു നോട്ട്ബുക്ക് എടുത്ത് എഴുതി വയ്ക്കുക കേട്ടോ. അപ്പോൾ ഒരു എക്സ്പ്രഷൻ പോളിനോമിയൽ ആവണമെങ്കിൽ കണ്ടീഷൻ എന്താണ് എന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. എന്താണ്? നമുക്ക് തന്നിട്ടുള്ള വേരിയബിളിൻ്റെ പവർ ഹോൾ നമ്പർ ആണെങ്കിൽ മാത്രമേ എക്സ്പ്രഷൻ പോളിനോമിയൽ ആവത്തുള്ളൂ. അപ്പോൾ നമ്മളിവിടെ പോളിനോമിയൽ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ എന്ത് ചെയ്യണം? നമുക്ക് തന്നിട്ടുള്ള പോളിനോമിയലിൻ്റെ വേരിയബിളിൻ്റെ പവർ ഹോൾ നമ്പർ ആണോ എന്ന് നോക്കണം. എക്സ്പ്രഷൻ്റെ വേരിയബിളിൻ്റെ പവർ ഹോൾ നമ്പർ ആണോ എന്ന് നോക്കണം. ഹോൾ നമ്പർ അല്ലാതെ നെഗറ്റീവ് ആണെങ്കിലും ഫ്രാക്ഷനിലാണ് വരുന്നതെങ്കിലും ഒക്കെ എന്താവത്തില്ല? പോളിനോമിയൽ ആവത്തില്ല. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ 8 ആണ്. 8നെ നമുക്ക് എങ്ങനെ എഴുതാം? കോൺസ്റ്റൻറ്റ് തന്നു കഴിഞ്ഞാൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞു ഇതിൻ്റെ കൂടെ എന്തുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം? x⁻0 ഉണ്ട്. അപ്പോൾ x⁻0 എന്ന് വെച്ചാൽ ദാറ്റ് ഈസ് 1. അതുകൊണ്ടാണ് നമ്മൾ എഴുതാത്തത് കേട്ടോ. അപ്പോൾ 8x⁻0 എന്നുണ്ട്. അപ്പോൾ ഇതെന്താണ്? പോളിനോമിയലാണ്. അപ്പോൾ ജസ്റ്റിഫൈ യുവർ ആൻസർ എന്നുള്ളതിന് നിങ്ങൾക്ക് എന്തെഴുതാം? 8 ക്യാൻ ബി റിട്ടൺ ആസ് 8x⁻0. ഹിയർ ദ പവർ ഓഫ് x ഈസ് ഈക്വൽ ടു 0 വിച്ച് ഈസ് എ ഹോൾ നമ്പർ, ഹെൻസ് ഇറ്റ് ഈസ് എ പോളിനോമിയൽ. ഇത്രയും സ്റ്റെപ്പ് നിങ്ങളിവിടെ ജസ്റ്റിഫൈ യുവർ ആൻസർ എന്നുള്ളതിന് എഴുതണം കേട്ടോ. അപ്പോൾ ഞാൻ ഇതെല്ലാം എഴുതാൻ പോയി കഴിഞ്ഞാൽ എന്താവും? നീണ്ട ഒരു വീഡിയോ ആയിപ്പോൾ. അപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ നോട്ടിൽ എഴുതി വെച്ചിട്ട് പഠിക്കുക കേട്ടോ. ഒന്നുകൂടെ ഞാൻ പറയാം. 8 ക്യാൻ ബി റിട്ടൺ ആസ് 8x⁻0. ഹിയർ ദ പവർ ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 0 വിച്ച് ഈസ് എ ഹോൾ നമ്പർ, ഹെൻസ് 8 ഈസ് എ പോളിനോമിയൽ. അപ്പോൾ 8 എന്താണ്? 8 ഈസ് എ പോളിനോമിയൽ. അടുത്ത സെക്കൻഡ് ക്വസ്റ്റ്യൻ. √3x² - 2x. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, നിങ്ങൾക്ക് തന്നിരിക്കുന്നതിൽ റൂട്ട് ഏതിനൊക്കെ ഉണ്ടെന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇവിടെ റൂട്ട് ഈ 3ക്ക് മാത്രമേ ഉള്ളൂ. x² ഇവിടെ റൂട്ട് ഇല്ല. മനസ്സിലായല്ലോ? x² റൂട്ട് ഇല്ലാത്തത് കൊണ്ട് എക്സിൻ്റെ പവർ എന്താണ്? ഇവിടെ 2 ആണ്, ഇവിടെ 1 ആണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഹിയർ ദ പവർ ഓഫ് എക്സ് ആർ 2 and 1 respectively. 2 and 1 both are whole numbers. Hence, √3x² - 2x is a polynomial. ഇതിൻ്റെ രണ്ടിൻ്റെയും പവർ ഹോൾ നമ്പർ ആയതുകൊണ്ട് ഇതെന്താണ്? പോളിനോമിയലാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ ഈ സ്റ്റെപ്പ് നിങ്ങൾ ഇതിന് എഴുതുക കേട്ടോ. അടുത്ത നോക്കിയേ. 1 - √5x. അപ്പോൾ ഈ എക്സ് എവിടെയാണ്? എക്സ് അകത്താണല്ലേ. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഇതിനെ നമുക്ക് 1 - √5x എന്ന് വെച്ചാൽ ദാറ്റ് മീൻസ് √5 × √x. √x എന്താണ്? ഞാൻ കഴിഞ്ഞ MCQൻ്റെ വീഡിയോയിൽ പറഞ്ഞിരുന്നു. √x എന്ന് വെച്ചാൽ എന്താ? x⁻1/2. ഇവിടെ എക്സിൻ്റെ പവർ എന്തായി? ഒരു ഫ്രാക്ഷനായി. ഫ്രാക്ഷൻ ആയതുകൊണ്ട് ഇതെന്തല്ല? which is not a whole number. Hence 1 - √5x is not a polynomial. ഇതൊരു പോളിനോമിയൽ അല്ല. അപ്പോൾ സ്റ്റെപ്പ് നിങ്ങൾ എന്തെഴുതും? ഞാൻ ഈ എഴുതിയ ഇത്രയും സ്റ്റെപ്പുകൾ എഴുതുക. ഹിയർ ദ പവർ ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 1/2 വിച്ച് ഈസ് നോട്ട് എ ഹോൾ നമ്പർ, ഹെൻസ്
1 മൈനസ് റൂട്ട് 5x ഈസ് നോട്ട് എ പോളിനോമിയൽ. ഇത്രയും സ്റ്റെപ്പ് നിങ്ങൾ ഇതിന് എഴുതണം ആൻസർ ജസ്റ്റിഫൈ ചെയ്യാൻ വേണ്ടി കേട്ടോ. അടുത്തത് 1/5x⁻2 പ്ലസ് 5x പ്ലസ് 7. ഇവിടെ ഈ എക്സിൻ്റെ പവർ 1 ആണ് എന്ന് നമുക്കറിയാം. അപ്പോൾ ഇതെന്ത് വരുമെന്നാണ് നമ്മൾ ഇവിടെ എക്സിന് എന്ത് വരുമെന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അല്ലേ. അപ്പോൾ 1/5x⁻2. അപ്പോൾ നമ്മൾ ഐഡൻറ്റിറ്റി പഠിച്ചിട്ടുണ്ട് a⁻m ഈസ് ഈക്വൽ ടു 1/a⁻m എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇവിടെയാണ് നെഗറ്റീവ് സൈൻ വരുന്നതെങ്കിൽ ഇതെന്താവും? പോസിറ്റീവ് ആവും അല്ലേ. മനസ്സിലായല്ലോ. a⁻m ഈസ് ഈക്വൽ ടു 1/a⁻m. അപ്പോൾ ഇവിടെ നെഗറ്റീവ് സൈൻ ആണെങ്കിലോ, അപ്പോൾ അതാ ഞാനൊരു എക്സാമ്പിൾ ഇങ്ങോട്ട് എഴുതാം. x⁻3. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 1/x⁻3 എന്ന് എഴുതാം. ഇനി ഇവിടെ നെഗറ്റീവ് സൈൻ ആണെങ്കിലോ, അതായത് 1/x⁻3 എന്നാണെങ്കിൽ നമുക്കിതിനെ എങ്ങനെയാക്കി എഴുതാം? x⁻3 എന്ന് എഴുതാം. അപ്പോൾ ഇതെന്തായിട്ട് മാറും? x⁻3 ആയിട്ട് മാറും. അപ്പോൾ ഇവിടെ നെഗറ്റീവ് ആണെങ്കിൽ ഇവിടുത്തെ സൈൻ പോസിറ്റീവ് ആയിരിക്കും. ഇനി ഇവിടെ നെഗറ്റീവ് ആണെങ്കിലോ ഇവിടെ എന്ത് വരും? പോസിറ്റീവ് വരും. അങ്ങനെയാണെങ്കിൽ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 1/5x⁻2 നമുക്ക് എങ്ങനെ എഴുതാം? 5x⁻2 എന്ന് എഴുതാം. ആണല്ലോ. ഇതാ 1/x⁻3 നമ്മൾ എങ്ങനെ എഴുതി? x⁻3 എന്ന് എഴുതി. അപ്പോൾ 1/5x⁻2 നമുക്ക് എന്തെഴുതാം? 5x⁻2 എന്ന് എഴുതാം. മനസ്സിലായല്ലോ. പ്ലസ് 5x⁻1 പ്ലസ് 7. ഇവിടെ പവർ എന്താണ്? 2ഉം 1ഉം രണ്ടും ഹോൾ നമ്പേഴ്സ് ആണല്ലേ. അപ്പോൾ എന്തെഴുതാം? ഇത്രയും സ്റ്റെപ്പ് എഴുതുക. ദിസ് ഈസ് ഈക്വൽ ടു ദിസ്. ഹിയർ ദ പവർ ഓഫ് എക്സ് ആർ 2 and 1 respectively. 2 and 1 both are whole numbers. Hence this is a polynomial. ഇത്ര സ്റ്റെപ്പ് നിങ്ങൾ എഴുതുക കേട്ടോ. ഇനി അടുത്ത് നോക്കിയേ, x-2 ഇൻറ്റു x-4/x. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഇവിടെ നമുക്ക് ഇതിനെ രണ്ടിനെയും കൂടെ ഒന്ന് സിംപ്ലിഫൈ ചെയ്തെഴുതണം. അപ്പോൾ എന്ത് വരും? x ഇൻറ്റു x ഈസ് x². x ഇൻറ്റു -4 -4x. -2 ഇൻറ്റു x -2x. -2 ഇൻറ്റു -4 ഈസ് +8/x is equal to എന്ത് വരും? x². -4ഉം -2ഉം കൂടെ -6x പ്ലസ് 8/x. അപ്പോൾ ഇതിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്തെഴുതാം അല്ലേ. എങ്ങനെ എഴുതാം? x²/x മൈനസ് 6x/x പ്ലസ് 8/x. ഈ ഒരു എക്സും ഇവിടുത്തെ ഒരു എക്സും കൂടെ കട്ടാകും. ഈ എക്സും കട്ടാകും. അപ്പോൾ എന്തായി? x മൈനസ് 6 പ്ലസ് ഇത് 8/x എന്നായി. അപ്പോൾ എന്തെഴുതാം? 8/xനെ എങ്ങനെ എഴുതാം? 8/xനെ 8 ഇൻറ്റു 1/x എന്ന് എഴുതാം. 8 ഇൻറ്റു 1/x ആണ് 8/x. അപ്പോൾ 1/x എന്ത് വരും? 1/x ഈസ് x⁻1. 1/x എന്ന് പറയുന്നത് x⁻1 ആണ്. x⁻1നെയാണ് നമ്മൾ 1/x എന്ന് എഴുതുന്നത് അല്ലേ, ഈ ഐഡൻറ്റിറ്റി വെച്ചിട്ട്. അപ്പം ഈ 8/xനെ എങ്ങനെ എഴുതാം? 8x⁻1. ഇവിടെ എക്സിൻ്റെ പവർ എന്തൊക്കെ വന്നു? 1ഉം -1ഉമാണ് ഇവിടെ എക്സിൻ്റെ പവറുകൾ വന്നത്. -1 ഈസ് നോട്ട് എ ഹോൾ നമ്പർ അല്ലേ, ബട്ട് എ നെഗറ്റീവ് നമ്പർ. അപ്പോൾ എന്ത് പറയാം? ഇവിടെ പോസിറ്റീവ് നമ്പർ അല്ല, ഹോൾ നമ്പർ അല്ല വന്നത്, നെഗറ്റീവ് നമ്പറാണ് വന്നിട്ടുള്ളത്. നെഗറ്റീവ് ആയതുകൊണ്ട് ദിസ് ഈസ് നോട്ട് എ പോളിനോമിയൽ. ഇത് ഒരു പോളിനോമിയൽ അല്ല. ഇനി അടുത്തത് 1/x+1. 1/x+1നെ നമുക്ക് എങ്ങനെ എഴുതാം? x+1 the whole raised to -1 എന്ന് എഴുതാം. ഹിയർ ദ പവർ ഓഫ് x ഈസ് നോട്ട് എ ഹോൾ നമ്പർ. ഹെൻസ് 1/x+1 ഈസ് നോട്ട് എ പോളിനോമിയൽ. ഇതൊരു പോളിനോമിയൽ അല്ല.
ഇനി അടുത്ത ക്വസ്റ്റ്യൻ 1/7 a³ മൈനസ് 2/√3 a² പ്ലസ് 4a മൈനസ് 7. ഇവിടെ നമ്മുടെ വേരിയബിൾ എ ആണ്. അപ്പോൾ അതിൻ്റെ പവറുകൾ എന്താണെന്ന് നോക്കുക. ഒരു പവർ 3 ദാറ്റ് ഈസ് എ ഹോൾ നമ്പർ, അടുത്തത് 2 അതും ഹോൾ നമ്പറാണ്, ഇവിടെ 1 അതും ഹോൾ നമ്പറാണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? 1/7 a³ മൈനസ് 2/√3 a² പ്ലസ് 4a⁻1 മൈനസ് 7. ഹിയർ ദ പവർ ഓഫ് എ ആർ 3, 2 and 1 respectively. 3, 2 and 1 are all whole numbers. Hence, this is a polynomial. ഇതൊരു പോളിനോമിയൽ ആണ്. അടുത്തത് 1/2x. 1/2xനെ നമുക്ക് എങ്ങനെ എഴുതാം? 2x⁻⁻1 എന്ന് എഴുതാം അല്ലേ? 2x⁻⁻1. അപ്പോൾ ഇവിടെ എക്സിൻ്റെ പവർ എന്താ വന്നേ? -1 ആണ് വന്നത്. ദ പവർ ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു -1 വിച്ച് ഈസ് നോട്ട് എ ഹോൾ നമ്പർ. ഹെൻസ് 1/2x ഈസ് നോട്ട് എ പോളിനോമിയൽ. അതുകൊണ്ട് ഇതും എന്തല്ല? ഒരു പോളിനോമിയൽ അല്ല. മനസ്സിലായല്ലോ? അപ്പോൾ എക്സിൻ്റെ പവർ ഹോൾ നമ്പറായിട്ട് വരുന്ന എക്സ്പ്രഷൻ മാത്രമേ എന്താകത്തുള്ളൂ? പോളിനോമിയൽസ് ആവത്തുള്ളൂ. മനസ്സിലായല്ലോ നിങ്ങൾക്ക്? അപ്പോൾ സിംപ്ലിഫൈ ചെയ്യാനുള്ളതൊക്കെ ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് എക്സിൻ്റെ പവർ എന്താണ് എന്ന് നിങ്ങൾ നോക്കുക കേട്ടോ. എന്നിട്ട് പോളിനോമിയൽ ആണോ അല്ലയോ എന്നുള്ളത് നിങ്ങൾ ഡിറ്റർമിൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇനി അടുത്ത ക്വസ്റ്റ്യനുമായി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.